വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. അപ്പോൾ നമ്മളൊരു വീക്കെൻഡ് ട്രിപ്പിനായിട്ട് വന്നിരിക്കുകയാണ്. അത് നെതർലാൻഡ്സിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആംസ്റ്റർഡാമിലാണ്. അപ്പോൾ ഇന്ന് ആംസ്റ്റർഡാമിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഗീത്തോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതും ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ കനാൽ, കാരണം അങ്ങോട്ട് നമുക്ക് ഒരു സ്ഥലം വരെ കാറ് പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോട്ടിലാണ് ആ ഒരു സ്ഥലം. ആ ഐലൻഡിൽ നിറയെ വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അത് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. പിന്നെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗീത്തോണിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു കനാലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനങ്ങോട്ട് നമുക്കിനി കാറൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നടന്നോ അല്ലെങ്കിൽ നമുക്ക് സൈക്കിൾ കിട്ടും, സൈക്കിൾ റെൻറ്റ് അങ്ങനെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബോട്ട്, ഇപ്പോൾ വലുതോ ചെറുതോ ആയിട്ട് ഇതിപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് സ്വയം എന്താ പറയുക കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ബോട്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഏത് ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് റെൻറ്റിന് എടുക്കാൻ പറ്റും. അപ്പം അതിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കനാൽ വഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വഴികളുണ്ട്, അങ്ങനെ പോവാം. അപ്പം നമ്മളിത് ഈ ഒരു കാണുന്ന ഈ ഒരു വലിയ ടൈപ്പ് അതിലാണ് കയറിയത്. അതാകുമ്പോൾ അതിനകത്തൊരു ഗൈഡ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ഉള്ളതൊക്കെ വിശദമാക്കി തരും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു കോഫിയോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ ഏതാണെന്ന് വെച്ചാൽ ഒരു കോംപ്ലിമെൻറ്റോ ഒക്കെ ഉണ്ട്. അങ്ങനെ അതാകുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട, വെറുതെ അങ്ങനെ അതിനകത്തങ്ങ് ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക പ്രകൃതിയൊക്കെ ആസ്വദിച്ചൊക്കെ ഇങ്ങോട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ അവിടെ ഇങ്ങനെ സമ്മറൊക്കെ ആയാൽ പിന്നെ 700ഓളം ബോട്ടുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ സർവീസിനുണ്ടാവുക. അപ്പോൾ നമ്മൾ പോകുമ്പോൾ സമ്മർ തുടങ്ങിയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ട് ഇങ്ങനെ ക്രോസിൽ ഇങ്ങനെ ബ്രിഡ്ജെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലേക്കൂടിയൊക്കെ ശരിക്കും ഒരുപാട് പേര് നടന്നാണ് പോകുന്നത്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ കനാലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകാൻ നിറയെ മരങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല തണലും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പം അമ്മയും അച്ഛനൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ദൂരം അവർക്കിങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ നമ്മൾ പിന്നെ ഈ ബോട്ട് എടുക്കുമായിരുന്നു. ബോട്ട് എടുത്താലും നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ രണ്ട് സൈഡിലുമുള്ള ഈ ഓരോ വീടുകളും അത് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ ഈ വീടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മേൽക്കൂരയൊക്കെ ചെയ്തേക്കുന്നത് ഈ വൈക്കോലൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെയാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള തരത്തിലാണ് ഈ വീടുകളൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ വീടുകളെന്നൊക്കെ പറയുന്നത് നമുക്ക് 1-2 മാസത്തേക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടുകളാണ്. അപ്പോൾ നമ്മൾ ആ കനാലിൽ കൂടി അങ്ങ് ഒരു വലിയ ലേക്കിലോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പം ഈ ചെറിയ ബോട്ടിലൊക്കെ പ്രൈവറ്റായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ലേക്കിൻ്റെ സൈഡിലോട്ടൊക്കെ ഒതുക്കി അവിടെ ഓരോരുത്തരൊക്കെ സ്വിമ്മിങ് ഒക്കെ ചെയ്യും. ആ ലേക്കിൻ്റെ നടുക്കായിട്ട് നമുക്കിങ്ങനെ ഒറ്റ വീടായിട്ട് കാണാം. ഇത് 3-4 ഫാമിലിക്കൊക്കെ ഒരുമിച്ചിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ളൊരു വീടാണ്. അങ്ങനെ നമ്മൾ കനാലിൻ്റെ ഒരു സൈഡിൽ കൂടി ഇറങ്ങി പിന്നെ വേറെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തിരിച്ച് കനാലിലോട്ട് തന്നെ പോവുകയാണ്. അപ്പം സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു പൊടി സ്ഥലം ഉണ്ടാവില്ല പോകാൻ, എല്ലാം കൂടി ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുമെന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ അവധി സമയമാണല്ലോ, അപ്പം കുഞ്ഞ് ബോട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീമും അതൊക്കെ ഇങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ കാണുന്ന കഫേ വെച്ചിട്ടാണ് അവിടുത്തെ ഒരു ഫേമസ് ഡച്ച് ഫിലിം മേക്കർ ഒരു മൂവി ഷൂട്ട് ചെയ്തത്. അതിൻ്റെ പേര് ഫാൻഫാറെ എന്നായിരുന്നു. അപ്പോൾ ആ കഫേയുടെ പേരിപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്നത്.
ഇവിടെ ഈ വീടൊക്കെ വാങ്ങിക്കുന്നവർക്ക് ആ ഒരു പാലവും കൂടി വാങ്ങിക്കണം. കാരണം ഓരോ വീട്ടിലോട്ടും പോകാൻ അവർക്ക് പ്രൈവറ്റായിട്ട് ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലം വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് അവരുടെ തന്നെയാണ്. ആ ഒരു പാലവും കാണും, അവർക്ക് സൈഡിലൊരു കനാലും കാണും. ഇത്രയും കൂടി ചേർന്നായിട്ടാണ് അവിടെ ഒരു വീട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പലതരത്തിലുള്ള ഡച്ച് വാഫിൾസ് ആണ്, അത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വാഫിൾസിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കുന്നത് ആണ് ഈ ഹണി സിറപ്പ്. അതൊക്കെ അവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രതിമ ആ ഡച്ച് ഫിലിം മേക്കറുടേതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പോയതൊരു വിൻഡ് മില്ലൊക്കെ കാണാനാണ്. പിന്നെ അവിടെ തന്നെയാണ് ഒരു വുഡൻ ഷൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഹെൻറി ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഡച്ച്, അദ്ദേഹത്തിൻ്റേത് ആണ് അവിടുത്തെ ഫേമസ് ഡച്ച് ചീസ്. അപ്പം അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വുഡൻ ഷൂസ് ഉണ്ടാകുന്നത് കാണാൻ പോവാം. ദേ ഇവിടെ കണ്ടില്ല, വലിയ ഷൂസിനകത്തിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്തിന് ഷാൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഷൂവിൻ്റെ ഇതൊരു മ്യൂസിയമാണ്. പിന്നെ ഇവരിത് ഷൂവിൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 1974 ഇത് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അവിടെ പലതരത്തിലുള്ള ഡിസൈൻസിലൊക്കെ ഉള്ള വുഡൻ ഷൂസ് കാണാൻ സാധിക്കും. അപ്പോൾ അവർ അതിൻ്റെയൊക്കെ പ്രത്യേകത, ഇപ്പം കല്യാണ സമയത്തൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെയുള്ള ഷൂസുകളൊക്കെയാണ് അവർ പണിയുന്നത്. അപ്പോൾ അതൊക്കെ അവരവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ലൈവായിട്ട് തന്നെ അവരൊരു ഷൂസ് ഉണ്ടാക്കി കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിപ്പം അവിടെ റെക്കോർഡഡായിട്ട് എങ്ങനെ ഷൂസൊക്കെ ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയായിരുന്നു, ഈ ഒരു കയ്യിലിരിക്കുന്ന കമ്പി കൊണ്ടായിരുന്നു പണ്ടൊക്കെ ട്രഡീഷണലി ഇങ്ങനെ ഷൂസ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആക്കി എടുത്തിടുന്നത്. ഇപ്പം ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്, അതിന് 5 മിനിറ്റ് മതി. മറ്റേതാണെങ്കിൽ 2 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ചെറിയൊരു തടി കഷ്ണം കാണിച്ചല്ലോ, അത് ഇങ്ങനെ ആ ഒരു മെഷീനിലോട്ട് വെക്കുമ്പം അതിങ്ങനെ കറങ്ങി അതൊരു ഷൂവിൻ്റെ ഷേപ്പാക്കി കിട്ടും. പിന്നെ ആ ഷൂവിൻ്റെ ഷേപ്പായി കിട്ടും. ഇപ്പം കണ്ടില്ല, ഇങ്ങനെ കിട്ടും. പിന്നെ അത് തീർന്നിട്ടില്ല, അതിൻ്റെ പുറം മാത്രമേ ഇതായിട്ടുള്ളൂ. പിന്നെ അത് ആ ഇതിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോളിഷ് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ പറയുക തടിയൊക്കെ അതിങ്ങനെ നന്നായിട്ട് കാർവ് ചെയ്ത് എടുക്കും. അത് കഴിഞ്ഞിട്ടും അത് പുറത്തെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി പുറമൊക്കെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത സൈഡ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തടി കഷ്ണം ആദ്യം അവർ കുറേ നാൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഡ്രൈ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷൂസ് ആക്കിയതിന് ശേഷം അവർ 4 ആഴ്ചയും കൂടി വെച്ചിട്ട് വേണം അത് ഡ്രൈ കണ്ട. ഇപ്പം നമുക്ക് വെള്ളം മാറ്റുന്നുണ്ടോ, അപ്പം അത് ഇനിയും 4 ആഴ്ച വേണം അത് നന്നായിട്ട് ഡ്രൈ ആവാൻ. അത് ഡ്രൈ ആയി കഴിയുമ്പം ആ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് പോളിഷ് ആക്കും. അപ്പോൾ ഇതിപ്പം പറയുന്നത് ഇതൊരു 4 വയസ്സുള്ളൊരു കുട്ടിയുടെ ഷൂസാണെന്നാണ്. അതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിച്ചത്. പിന്നെ പുള്ളിയുടെ ഷൂസ് കാണിച്ചു തന്നു. അത് ഭയങ്കര സ്ട്രോങ് ആണ്. ആ വുഡൻ ഷൂസിൻ്റെ പ്രത്യേകം നല്ല സ്ട്രോങ്ങും ആണ്, വാട്ടർ പ്രൂഫും ആണെന്നാണ് പറയുന്നത്. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ ചെറുപറ ഫോട്ടോസ് എടുക്കുകയാണ്. ഷൂസൊക്കെ വലിയ ഷൂസൊക്കെ ഇട്ട് എല്ലാവരും പല പോസ്റ്റിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു.
അപ്പോൾ നമുക്കിനി അടുത്ത ചീസ് വാങ്ങിക്കാനൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പോയാലോ. ശരിക്കും ഇപ്പോൾ അവിടെ മാനുഫാക്ചറിംഗ് ഒന്നും ഇല്ല, പക്ഷേ ആ ചീസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ അവിടെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹെൻറി വില്ലിംഗ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ഡച്ച് ചീസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചീസ് ലാസ്റ്റ് ഒരു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്, ഇപ്പോൾ ആദ്യം മിൽക്ക് എടുത്തു, പിന്നെ അതിൽ നിന്ന് മിക്സിങ്ങും സെപ്പറേഷനും, പിന്നെ അതിൻ്റെ ചീസിൽ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ അത് ഡ്രൈ ആക്കി അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് ഫുള്ള് ഇങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് ചീസ് പലതരത്തിലുള്ള ചീസൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടേസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി, ആ ചെറുതായിട്ട് തുടങ്ങി ആ ഒരു ഫാമിൽ നിന്ന് ചെറുതായിട്ട് തുടങ്ങി പിന്നെ അത് ഇങ്ങനെ പല പല സ്റ്റേജായി ആ ഒരു കമ്പനി ആ ഒരു വളർന്നതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററിയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് പെസ്തോ വെച്ചിട്ടുള്ള ചീസായിരുന്നു. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അവിടെ നമുക്ക് ചീസൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ പല മസ്റ്റേർഡിന് തന്നെ പല ഇതായിട്ടുള്ളത്, അത് ഹണിയുണ്ട്, ഫിഗ്, സ്പൈസി ആയിട്ടുള്ളത്. ഇതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ. അത് വാങ്ങിച്ചു. ഡച്ച് വാഫിൾസ് ആണ് ഇത്. ഹണിയും ഇത് ഉള്ളിലിങ്ങനെ ഹണി വെച്ചിട്ടിങ്ങനെ ചെയ്തേക്കുന്നതാണ്. അതിലിങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വെച്ച് നട്ട്സൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇന്നലെയും നമ്മൾ കഴിച്ചതാണ്. ഇപ്പോൾ ഇത് ഇവർ ഈ ഷോപ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് 1968 തുടങ്ങിയതായത്. അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് ആംസ്റ്റർഡാം സിറ്റിയാണ്. അപ്പോൾ അതും ഇങ്ങനെ തന്നെയാണ്, നടുക്ക് കനാലും രണ്ട് സൈഡ് ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ പല തരത്തിലുള്ള ഇങ്ങനെ ഷേപ്പിലും ഒക്കെയുള്ള ബിൽഡിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ നമ്മളധികം അവിടെ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ നടന്നിങ്ങനെ സിറ്റി ഇങ്ങനെ വെറുതെ കാണാൻ. നടന്ന് അവിടുത്തെ സിറ്റി സെൻറ്ററിലോട്ട് എത്തി. അപ്പം അവിടെ എല്ലാ സിറ്റികളുടെയും ഒരു എന്താ പറയുക മാർക്കറ്റ് സ്ക്വയർ പോലെ കാണും. അപ്പം ഇതാണ് അവിടെ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ആ ഒരു പരിപാടികളൊക്കെ ചിലപ്പോൾ ആരെങ്കിലും പാട്ട് പാടുമോ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമോ. അപ്പം ഞങ്ങൾ
ചെല്ലുമ്പോൾ അന്ന് വൈകിട്ട് അവിടെ ഒരാൾ മാജിക്കൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങളങ്ങ് തിരിച്ച് അന്ന് വൈകിട്ട് വീട്ടിലോട്ട് വരുമായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ആംസ്റ്റർഡാം. അത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. എന്ത് രസമുണ്ടല്ലേ കാണാൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പം എല്ലാവർക്കും ബൈ.